നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ സി എസ് കെയുടെ ആരാധകർ കാത്തിരുന്ന ദിവസമാണിത്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെതിരെ സി എസ് കെയുടെ ജേഴ്സി അണിഞ്ഞിറങ്ങും. സി എസ് കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കുറേ ആശങ്കകൾ അവർക്കുണ്ട്. അത് പ്രധാനമായും ബൗളിങ്ങിലാണ്. ആദ്യ മത്സരത്തിൽ ഗുവാഹട്ടിയിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ സി എസ് കെയുടെ മുന്നിലുള്ള ആശങ്കകൾ എന്തൊക്കെയാണ്, അവരുടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളൊക്കെ റെഫർ ചെയ്ത് അവതരിപ്പിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. പ്രധാനമായിട്ടുള്ള സി എസ് കെയുടെ പ്രശ്നം ഡെത്ത് ബൗളേഴ്സ്. ഡെത്ത് ബൗളിങ്ങിൽ മികവ് കാണിക്കാൻ നഥാൻ എല്ലീസിന് പരിക്കേറ്റ് പുറത്തായതാണ് ഈ ഒരു ആശങ്ക ഉണ്ടാക്കാനുള്ളൊരു കാരണം. നമുക്കറിയാമല്ലോ, എല്ലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേനെ. ഡെത്ത് ബൗളിങ്ങിൽ മികവ് കാണിക്കാൻ എന്നുള്ളത്. പകരം അവർ സൈൻ ചെയ്തിരിക്കുന്നത് സ്പെൻസർ ജോൺസൺ ആണ്. സ്പെൻസർ ജോൺസൻ്റെ IPL കളിച്ചപ്പോഴുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. റൺ നന്നായിട്ട് ലീക്ക് ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല, ദിവസങ്ങൾ എടുക്കും എന്നാണ്. ഇപ്പോൾ അദ്ദേഹം റീഹാബിലിറ്റേഷനിലൂടെ കടന്നു പോവുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എന്ന് വരുമെന്നതിൽ വ്യക്തതയില്ല. ഒരു 6-7 മത്സരങ്ങൾ നഷ്ടമാകുമെന്നാണ് ചില ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. അപ്പോൾ പിന്നെ മാറ്റ് ഹെൻറി ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുക, മറ്റ് IPL ടീമുകളിലായിരുന്നെങ്കിൽ മാറ്റ് ഹെൻറി ഫസ്റ്റ് ചോയ്സ് ആകുമായിരുന്നോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സോ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. സി എസ് കെക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അൻഷുൽ കമ്പോജി, ഖലീൽ അഹമ്മദ്, സാക് ഫോക്സ്, അഖിൽ ഹുസൈന്, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അഖിൽ ഹുസൈൻ സ്പിന്നറാണ്, ശരി. പക്ഷേ ബാക്കി താരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ പലരും ഈ പവർ പ്ലേയിൽ മികവ് കാണിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. പക്ഷേ ഡെത്ത് ഓവറുകളിൽ ആ ഒരു മികവ് നഷ്ടപ്പെടാറുണ്ട്. സോ ബിഗ് ക്വസ്റ്റ്യൻ, ഡെത്ത് ഓവറിൽ പന്തെറിയും? ആ ആശങ്കയിൽ തന്നെയാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. ബൗളിംഗ് അത്ര ബാലൻസ്ഡ് അല്ല. സി എസ് കെയുടെ ബൗളിംഗ് അത്ര ബാലൻസ്ഡ് അല്ല. അപ്പോൾ ശരിയാണ്, പവർ പ്ലേയിൽ മോശമല്ലാത്ത രൂപത്തിൽ പന്തെറിയും. പിന്നെ മിഡിൽ ഓവറുകളിൽ പന്തെറിയെന്ന് ചോദിച്ചാൽ നൂർ അഹമ്മദ് ഉണ്ട്. കഴിഞ്ഞ IPL നന്നായിട്ട് അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്ത് എന്നുള്ള ചോദ്യമുണ്ട്. ഡെത്ത് ഓവറിൽ ഹു ഈസ് യുവർ ബെസ്റ്റ് ഓപ്ഷൻ? സി എസ് കെക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ബിഗ് ക്വസ്റ്റ്യൻ അതാണ്. അവരുടെ ആശങ്കയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അതാണ്. പിന്നെ പരിക്ക് അവരെ വലച്ചിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം, ഡെവൽഡ് ബ്രെവിസ് ഇല്ല, ഈ കളിക്കില്ല. ബ്രെവിസ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ബാറ്റിങ്ങിന് മിഡിൽ ഓർഡറിൽ ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് ഇവിടെ നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് പകരം ആ റോൾ ഏറ്റെടുക്കും? ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ മികവുള്ള ആരുമില്ല. പക്ഷേ ശിവൻ ദ്യൂബെ ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഫോം അദ്ദേഹത്തിന് IPL കൂടിക്കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും സി എസ് കെക്ക് ഒരു പരിധിവരെ മിഡിൽ ഓർഡറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. പിന്നെ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും ഒക്കെ നല്ല രൂപത്തിൽ തന്നെ അവരുടെ അരങ്ങേറ്റ മത്സരം കളിക്കും എന്നും പ്രതീക്ഷിക്കാം. വലിയ പ്രതീക്ഷയാണ് അവരിലുള്ളത്. നമ്പർ 3 മറ്റൊരു ക്വസ്റ്റ്യനാണ്. കാരണം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും, രുദ്രാജ് ഗെയ്ക്വാദിനൊപ്പം. അത് കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആയുഷ് മത്രേ നമ്പർ 3 വരാം, അല്ലെങ്കിൽ ഉർവിൽ പട്ടേൽ, അല്ലെങ്കിൽ സർഫറാസ് ഖാൻ. അവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ അതാണ്. സോ ഈ പ്രശ്നങ്ങൾക്ക് എന്തു പരിഹാരം ഇന്ന് സി എസ് കെ കാണുമെന്നതനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നമുള്ളത്, അത് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. അഖിൽ ഹുസൈനെ കളിപ്പിക്കണോ, അതല്ല പേസ് ബൗളറായിട്ടുള്ള ജെയ്മി ഓവേർട്ടിനെ കളിപ്പിക്കണോ എന്നുള്ളത്. അതിന് പിച്ച് കണ്ടീഷൻ നോക്കിയിട്ട് മാത്രമാണ് ഒരു ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. എനിവേ, സി എസ് കെക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക എവിടെയാണെന്ന് ചോദിച്ചാൽ, പരിക്ക് അവർക്കൊരു ആശങ്കയാണ്. നഥാൻ എല്ലീസ് റൂൾഡ് ഔട്ടായി. സ്പെൻസർ ജോൺസൺ സ്റ്റിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. MSD 3-4 കളികളെങ്കിലും മിസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ദെൻ ഇപ്പോൾ ഡെവൽഡ് ബ്രെവിസ് പരിക്കേറ്റ് ഇന്നത്തെ കളി എന്തായാലും കളിക്കില്ല. അടുത്ത കളിക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. സോ പരിക്ക് സി എസ് കെക്ക് ഒരു ആശങ്കയാണ്. അതോടൊപ്പം തന്നെ ഡെത്ത് ഓവറുകളിൽ പന്തെറിയും, മികവ് കാണിക്കും എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ അവരുടെ മുന്നിലുണ്ട്. കാത്തിരിക്കാം. ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് സി എസ് കെ ഇന്ന് വിജയിച്ചു കയറുന്നത് കാണാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.